അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് കാനഡയ്ക്ക് പോയി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പുലർച്ചെ 4 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ചെറിയൊരു വിഷമം ഉണ്ടില്ല അതില്ല. അങ്ങനെ ഇറങ്ങായി. പിന്നെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. നല്ല വിഷമമുണ്ട്, കുറച്ച് ദിവസം നാട്ടിൽ കിട്ടിയുള്ളൂ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാറിങ്ങി. ഷർവണ ഇപ്പം ഞങ്ങൾ ഇമിഗ്രേഷനിൽ വന്നിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ഭയങ്കര ക്യൂ ആണ്. ഇത് ഇന്നലെ കണ്ടിട്ടില്ല, അത്രയും ക്യൂ ആണ്. ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ നമ്മുടെ ഫ്ലൈറ്റ് ജസ്റ്റ് എൻട്രൻസിലും ഭയങ്കര ക്യൂ ആണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കയറിയപ്പോൾ ഫസ്റ്റ് ചെക്കിനിലാണ് പോവാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ റെഡി അവിടെ ഉണ്ടാവും ഓഫീസ്. അപ്പോൾ അവരോട് ചോദിക്കുക എവിടെയാണ് ചെക്കിൻ. അപ്പോൾ അവർ പറയും ഏതാ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിൻ എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഞങ്ങൾ ഫ്ലൈറ്റില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ചെക്കിൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇമിഗ്രേഷൻ്റെ വഴി നമ്മൾ പാസ്പോർട്ട് നമുക്ക് ചെക്കിൻ ചെയ്യുമ്പോൾ ബോർഡിംഗ് പാസ് തരും. ഇതാണ് ബോർഡിംഗ് പാസ്. ഈ ബോർഡിംഗ് പാസ് ഇമിഗ്രേഷനിൽ കാണിക്കുക, പാസ്പോർട്ടും കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുക നമ്മുടെ. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ക്യാരിങ് ബാഗ് ഉണ്ടാവില്ലേ, ക്യാരി ബാഗ്, ഒരു ചെറിയ ബാഗ്സ്, ഈ ക്യാരി ബാഗ്, പിന്നെ നമ്മുടെ ബാഗ്സ്, അതിലുള്ള മൊബൈൽസ്, ചാർജർ, അതൊക്കെ സംഭവങ്ങൾ സ്കാൻ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ വെക്കണം. പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഗേറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഗേറ്റ് നമ്പർ തന്നെ, ഗേറ്റ് 4 എന്ന് എഴുതിയിട്ടുള്ളത്. അതാണ് ഗേറ്റ് നമ്പർ. ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ സീറ്റ് നമ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഗേറ്റ് നമ്പറാണ്. അപ്പോൾ ഗേറ്റ് 4 എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ കാണാം ഗേറ്റ് 3. അപ്പോൾ നമുക്ക് ഇതല്ല, ഗേറ്റ് 3 to 9 അല്ല, സോറി, ഗേറ്റ് 3 to 9 മുന്നോട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റിലേക്ക് ഗേറ്റ് 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗേറ്റ് 4ലേക്ക് പോകണം. അപ്പോൾ നമ്മളവിടെ പോകേണ്ടിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ സൈഡിൽ ഗേറ്റ് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇവിടെ കണ്ട 4 to 5 മുന്നോട്ട് പോകണം. ഇവിടെയുള്ള ഗേറ്റ് 3 ആണ്. അപ്പോൾ സോറി, ക്യാമറ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗേറ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് പോകാതെ ഗേറ്റ് 4 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകണം. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ബോർഡിംഗ് പാസ് മിസ്സാവാണ്ട് നോക്കുക. പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ വെക്കുക. അതാണ് നമ്മുടെ ആവശ്യമുള്ള സംഭവമാണത്. അപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്ത് ബോർഡിംഗ് പാസ് ചെക്കിൻ കയറാനൊക്കെ അത് ചോദിച്ച് സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഗേറ്റ് 4ൻ്റെ അവിടെ എത്തി. ഇനി ഇതവിടെ ഓഫീസേഴ്സിൻ്റെ അടുത്ത് പാസ്പോർട്ടും ബോർഡിംഗ് പാസും കൊടുക്കാം. ഇതിന് ശേഷം കൊടുക്കാം, അല്ല കാണിക്കാം. എന്നിട്ട് നമുക്ക് തരും. എന്നിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. അല്ല, നമ്മുടെ സോൺ നമ്പർ പിടിച്ചു. നമുക്ക് സോൺ നമ്പർ ഉണ്ടാവും. സോൺ നമ്പറിൽ സീറ്റിംഗ് സോൺ ഉണ്ടാവും. അതിൽ ED എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഏതാ വിളിക്കുക, അതനുസരിച്ച് നമുക്ക് ഓഫീസിൻ്റെ അടുത്തേക്ക് പോകാം. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. അപ്പോൾ ഇതാണ് സീറ്റിംഗ് സോൺ എന്ന് പറയുന്ന സംഭവം. സീറ്റിംഗ് സോൺ D, നമ്മുടെ സീറ്റ് നമ്പർ.
അപ്പോൾ നമ്മൾ സോൺ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്മൾ അവർ സ്കാൻ ചെയ്തു. നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. അമ്മയുടെ മുഖത്ത് ടെൻഷൻ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറണേ. ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറും. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അച്ഛൻ വേറെ കിട്ടുന്ന പോലെ ഞങ്ങൾ ദുബായി എത്താറായി. ദുബായ് എയർപോർട്ടിൽ എത്തി. ഭയങ്കര പ്രശ്നമാണ്. അല്ലേ? പക്ഷെ ഇല്ല ഞാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ 20 മിനിറ്റ് ഇരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങ് നിങ്ങൾ വന്നപ്പോൾ അല്ല കൂടുതൽ ടൈം ഇല്ല പോലെ 3 മണിക്കൂറില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ടൈമൊന്നും തോന്നിയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അറൈവൽസിൻ്റെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എമിറേറ്റ്സിന് എടുക്കുമ്പോൾ അവർ തന്നെ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിലേക്ക് പോകുമ്പോൾ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യും, പിന്നെ ഡ്രോപ്പും ചെയ്യും രാത്രി. നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കണക്ഷൻസ് ആണ്. ഞങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പോകണം. ഈ ഫ്ലൈറ്റിൽ നമ്മൾ വന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അറൈവൽസിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷന് ശേഷം പിന്നെ ലഗേജ് നമ്മൾ ക്യാരി ബാഗ് ചെക്ക് ചെയ്യില്ല, അത് കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്ക് പോകണം? ഹോട്ടലിൽ സ്റ്റേ ഇല്ല. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഹോട്ടൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവരവിടെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ നമുക്ക് വണ്ടി വരുമ്പോൾ അവർ പറയും വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ പിക്ക് ചെയ്ത് അവർ ഹോട്ടലിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്തവർ നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിങ്ങൾ വരുമ്പോഴും ഈ സെയിം ഹോട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് സെയിം. ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് വണ്ടിക്ക് വേണ്ടിയിട്ട്. അവർ വണ്ടി ഹോട്ടലിൻ്റെ വണ്ടി പ്രോബ്ലം ചെയ്തിട്ട് നമ്മളിവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്മളവിടെ ഇരിക്കാം. നമുക്ക് ഇതുപോലെ ഹോട്ടൽ വൗച്ചർ കിട്ടും. ഈ ഹോട്ടൽ വൗച്ചർ നമുക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ മറ്റേ ഫ്ലൈറ്റ്സിലുണ്ടോ എനിക്ക് അറിയില്ല. അതെങ്ങനെയാണ്. ഞാൻ എമിറേറ്റ്സ് ആണ് ഇപ്പോൾ വന്നതും പോണതും. രണ്ടിലും അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഒരു 5 days ബിഫോർ അപ്ലൈ ചെയ്താൽ മതി കിട്ടും. നോക്കിയത് ഞാൻ 5 days ബിഫോറാണ് ചെയ്തത്. അതിന് മുന്നേ കഴിഞ്ഞിട്ട് മതി തന്നെ. ബട്ട് എന്തായാലും ഞാൻ പറയാം 5 days ബിഫോർ ചെയ്തോളാം. റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാൻ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവർ ട്രിപ്പാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് സ്പേസ് കിട്ടി. അപ്പോൾ നമ്മളിതിൽ കയറാണ്. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ ബാക്ക് സൈഡിൽ വെക്കാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു.
ഞങ്ങൾ റൂമിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ 5 പേരുള്ള കാരണം കണക്റ്റിംഗ് റൂംസ് ആണ് എടുത്തിരുന്നത്. ഇത് ഈ ഡോറിന്റെ അപ്പുറത്ത് വേറൊരു റൂമുണ്ട്. അച്ഛൻ നോക്കുമ്പോ നല്ല ക്ഷീണമായിട്ട് വയ്യാണ്ടായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കും. 4 മണി വരെയുള്ള ഫുഡ്. അപ്പോൾ നമുക്കൊരു ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്, ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാം. അതിനുശേഷം രാത്രി ഡിന്നർ. പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ അറിയില്ല, ഭയങ്കര ടയർഡാണ്. നോക്കട്ടെ, എനിക്ക് പുറത്തേക്ക് പോയി ഫോട്ടോസ് എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഫോട്ടോ പോലെ എൻ്റെ കണ്ടിട്ട് ഭയങ്കര ടയർഡായി. ഹോൾ ഡേ ഞാൻ അറിയാം. ഇത് നമ്മുടെ റൂമിൽ നിന്ന് വിൻഡോസ് ത്രൂ കാണുന്ന വ്യൂ ആണ്. കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാം. അത്രയാണ്. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങളുടെ സെക്കൻഡ് റൂം. നമുക്ക് കഴിക്കാൻ പോകണം. പോവാം. താഴേക്ക് ഫ്രീ ഫുഡാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ജസ്റ്റ് വാക്കിന് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ദുബായ് വന്നിട്ട് നമുക്ക് സുലൈമാനെ കുറിച്ചിരിക്കട്ടെ. സുലൈമാൻ ഞാൻ പറയുന്നത് ദുബായ് വന്നിട്ട് സുലൈമാനി എന്നൊക്കെ നമുക്ക് കുറേ കേട്ടില്ല. എന്താണെന്നറിയാം. ഞാൻ കുറിച്ച് തന്നെ അപ്പോൾ സുലൈമാൻ ഗ്രീൻ ആയിരിക്കും. വേറെ നല്ല സുലൈമാനി കട്ടൻ ചായ. സുലൈമാനി കട്ടൻ ചായ തന്നെയല്ലേ? അപ്പോൾ ഗൈസ് സുലൈമാനിയാണോ നോക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് സമയമായി തുടങ്ങി. അപ്പോൾ നമുക്കൊരു പുലർച്ചെ ഒരു 2:30 ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ ദുബായോട് വിട പറഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഞങ്ങൾ ദുബായ് എയർപോർട്ടിലെത്തി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ദുബായ് എയർപോർട്ടിലേക്ക് വരാൻ മോൺട്രിയാലിലേക്ക് ഫ്ലൈറ്റാണ്. മോർണിംഗ് വന്നിറങ്ങിയപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത കാരണം നമുക്ക് രണ്ടാമത്തെ വട്ടം ഇപ്പോൾ വന്നപ്പോൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇപ്പോൾ നമ്മൾ ഇമിഗ്രേഷനാണ് ഡയറക്റ്റ് പോയത്. ഇപ്പോൾ ഇമിഗ്രേഷനിൽ നമ്മൾ ഇമിഗ്രേഷനിൽ സെൽഫ് ആയിട്ട് ചെയ്ത് ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യാം. അതിനുശേഷം അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ലഗേജ്, നമ്മുടെ കയ്യിലുള്ള ലഗേജ് ലൈക്ക് ബാഗ്സ്, ക്യാരി ബാഗ്സ് അത് സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഗേറ്റ് നമ്പർ നമുക്ക് ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മുടെ ബോർഡിംഗ് പാസിലില്ല. അപ്പോൾ നമ്മൾ ആ നമ്പർ നോക്കിയിട്ട് ആ ഗേറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ B12 ആണ് ഇതിന്. അപ്പോൾ ഇതിങ്ങനെ അവിടെ മുകളിൽ കണ്ട് എഴുതി വെച്ചിട്ട് ബ്ലൂ കളറിൻ്റെ ആ ഗേറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ആ ഗേറ്റ് നമ്പേഴ്സ് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഏതാണോ ഗേറ്റ് നമ്പർ അതിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ ഇവിടെ കണ്ട് B12, നമ്മുടെ ഗേറ്റ് നമ്പർ B12. അപ്പോൾ ആരോ കാണിക്കുന്നത് തിരിച്ചടിക്കുന്ന അടുത്ത് നമുക്ക് ആ ഗേറ്റിലേക്ക് എത്താൻ പറ്റും. നമ്മൾ B12ലേക്ക് എത്തി. അപ്പം നമ്മളെല്ലാം ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇമിഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റാണ്. മോൺട്രിയാലിലേക്കായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഇവിടുന്ന് ദുബായ് ടു മോൺട്രിയൽ ഒരു 13 hours ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ടാസ്ക് ആയിരുന്നു. പാരൻസ് ആദ്യമായിട്ട് കൂടി കൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമുക്കത് ഫേസ് ചെയ്യേണ്ടത്. എന്തായാലും അവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇത്രയും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തേ മതിയാവും. അങ്ങനെ ഞങ്ങൾ മോൺട്രിയലിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ഇനി 14 മണിക്കൂറിൻ്റെ യാത്രയാണ്. ചിക്കുന് പോലൊന്നും അടിച്ചിട്ടില്ല. അവൾ ഫുൾ ടൈം ഉറക്കമായിരുന്നു. അപ്പോൾ മോൺട്രിയൽ എത്താറായപ്പോഴാണ് ആളെ എണീറ്റത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ലാൻഡിങ് വീഡിയോ എടുക്കണം, അപ്പോൾ ഞാൻ എടുക്കട്ടെ എന്ന്. അപ്പോൾ ആളോട് ഞാൻ ഓക്കെ എടുത്തോളൂ. ഞങ്ങളങ്ങനെ മോൺട്രിയാലെത്തി. കാനഡ ലാൻഡ് ചെയ്തു. മോൺട്രിയാലെത്തി. ഇനി ഇവിടെ ഞങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് ഉണ്ട്, സ്പെഷ്യൽ ഹാലിഫാക്സിലേക്ക്. ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹാലിഫാക്സിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന നോവാ സ്കോഷ്യയിലാണ്. അപ്പോൾ മോൺട്രിയാലിൻ്റെ ഇനി അടുത്ത ഫ്ലൈറ്റാണ് ഹാലിഫാക്സ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി. അപ്പോൾ നമുക്ക് ഹോസ്റ്റസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന്
പ്രിപ്പറേഷൻസൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇതായി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറാണ് ഹാലിഫാക്സിലേക്ക്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഹാലിഫാക്സ് എത്തി, നോവ സ്കോഷ്യ എത്തി. ഇനി ഞങ്ങളുടെ വീടുള്ളത് സിഡ്നിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടണം. അത്യാവശ്യം ടൈം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടയേർഡാണ്. ബട്ട് ഇനി വീട് എത്തുന്ന കൂടി വരെ ക്ഷമിച്ചിരിക്കുക. ഗൈസ് വീട്ടിലെത്തി, പക്ഷേ എത്തിയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല, ഭയങ്കര ടയേർഡായിരുന്നു. പുലർച്ചെ 4 മണിക്ക് എത്തിയത്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം അത്രയാണ് ഞങ്ങളുടെ ട്രാവൽ വ്ളോഗും. പറ്റുന്ന പോലെ ഞാൻ ഉൾപ്പെടുത്താൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേർഡാകുമ്പോൾ കുറച്ചൊന്നും വീഡിയോസ് എടുക്കാറില്ല, മറന്നു പോകും. അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് പറ്റില്ല, ക്ഷമിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. ബൈ ഡിയേഴ്സ്.